തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ ഒരു KSRTC ബസ്സിനെ കുറുകെ വാഹനം നിർത്തി ബസ് ഡ്രൈവറെ കേട്ടാൽ അറക്കുന്ന അശ്ലീലം പറഞ്ഞെന്നും ഡ്രൈവറെ വാഹനത്തിൽ കയറി മർദ്ദിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ വിവാദം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭരണത്തിന്റെ തണലിലിരുന്ന് CPMുകാർ എന്ത് തോന്നിവാസം കാണിച്ചാലും അവരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണ ഇവർക്കുണ്ട് എന്നല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? തീർച്ചയായും. അത് ആ സമയത്ത് ഈ ആര്യ രാജേന്ദ്രന്റെ വിഷയം വലിയ ചർച്ചകൾക്ക് ഇടം പിടിച്ചതായിരുന്നു. എന്താണ്, ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങൾ പോലും ആ സമയത്ത് ഉന്നയിച്ചിരുന്നു. ആ ഒരു വിഷയത്തിലാണ് ഇപ്പൊ ആര്യ രാജേന്ദ്രനെ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ആര്യ രാജേന്ദ്രന്റെ പേര് വരാതിരിക്കുന്നത്. ആ ഡ്രൈവർ എന്ന് പറയുന്ന യദു രണ്ടാമതും ഹർജി നൽകിയിരുന്നു ആര്യ രാജേന്ദ്രന്റെ പേര് കൊടുത്തിട്ട്. എന്നിട്ട് പോലും പ്രതിപട്ടികയിൽ ആര്യ രാജേന്ദ്രന്റെ പേര് വന്നിട്ടില്ല. ചേട്ടൻ പറഞ്ഞതുപോലെ ഭരണത്തിലിരിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം. സാധാരണക്കാർ അല്ലെങ്കിൽ പൊതുജനം അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആരാണോ ഇരയാക്കപ്പെടുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഡ്രൈവർ ഇരയാക്കപ്പെട്ട വ്യക്തിയാണല്ലോ. അപ്പൊ ഇരയാക്കപ്പെടുന്ന ആരാണോ അവർ സഹിക്കണം. ഭരണത്തിലിരിക്കുന്നതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ CPMന്റെ ആളുകൾക്ക് എന്തും ചെയ്യാവുന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു. കാര്യം ആര്യ രാജേന്ദ്രന്റെ ആ വിഷയത്തില് ഇപ്പൊ നമുക്കറിയാം, അടുത്തൊരു തെരഞ്ഞെടുപ്പ് വന്നു. ഈ വിഷയം വന്നിട്ട് തന്നെ ഒരുപാട് നാളുകളായി. ഇപ്പൊ ഈ ഒരു വിഷയം വരുമ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കേസിൽ നിന്ന് ആരെയും ഭർത്താവിനെയും ഒഴിവാക്കി എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാകുന്നത് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം തന്നെയാണ്. ആ സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ ആ വ്യക്തിക്കെതിരെ വന്നു. ആ ഒരു ഡ്രൈവറെ സൈബർ ഇടത്തിലൂടെ ഏതൊക്കെ തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാമോ അതെല്ലാം ചെയ്തിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മദ്യവച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇതെല്ലാം നിന്നിട്ട് പോലും അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോയി. ഇപ്പോ നിയമം ഇങ്ങനെ പോയാൽ, ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത്, ഇങ്ങനെ പോയാൽ എന്ത് വിശ്വാസമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ നിയമ സംവിധാനത്തോട് ഉണ്ടാവാൻ പോകുന്നത്? തീർച്ചയായും. അതായത് പൊതുനിരത്തിൽ ഒരു സർക്കാർ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു, അതായത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC, ആ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന ഒരു ചെറുപ്പക്കാരൻ രാവ് പകലാക്കി വളയം പിടിക്കുന്നത് തന്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. ആ ചെറുപ്പക്കാരനെ മനസ്സുമടുത്ത് സംഭവം അദ്ദേഹം വാർത്താമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പാകെ പൊട്ടിക്കരഞ്ഞ് തന്റെ അനുഭവം വിവരിച്ചതാണ്. ഭരണത്തിന്റെ തണലിൽ ധിക്കാരം നടത്തിയ ബാലുശ്ശേരി MLAയും തിരുവനന്തപുരത്തിന്റെ മേയറെയും സംരക്ഷിക്കുന്ന നിലപാട് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇത്തരത്തിൽ CPMന്റെ പല നേതാക്കന്മാരെ, ചോട്ടാ നേതാക്കന്മാർ മുതൽ മുകളിലുള്ള ആളുകളെ പല കേസുകളിലും സംരക്ഷിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ നാണംകെട്ട നെറികെട്ട നീക്കം കേരളം കണ്ടതാണ്. ഉത്തരേന്ത്യയിൽ ഒരു കാലത്ത് ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഫൂലൻ ദേവിയെ പോലെയുള്ള ആളുകൾ അവർ മൺമറഞ്ഞു പോയി, അവരെ ഒരു വെടിവെപ്പിൽ കൊലപ്പെടുത്തി. ഫൂലൻ ദേവിയെ പോലെ ഉള്ള ആളുകൾ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ പിടിച്ചുപറിയും കൊള്ളയും നടത്തുമ്പോഴും അവർക്ക് ഭരണത്തിന്റെ ആനുകൂല്യം പലപ്പോഴും ലഭിച്ചിരുന്നു. അത്തരത്തിലാണ് കേരളത്തിൽ ഒരു ജീവനക്കാരനെ, ഞാൻ മനസ്സിലാക്കാൻ അദ്ദേഹം ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന ആളാണ്, ആ ചെറുപ്പക്കാരനെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ഒരു MLAയുടെ സംസ്കാരം എന്താണെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ MLA ഒരു തെരുവ് ഗുണ്ടയെ പോലെ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി അസഭ്യം പറയുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ അവരെ പ്രതി ചേർക്കാതിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിലെ MLAമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അവരോട് പൊതുജനത്തിന് എന്ത് താല്പര്യമാണ് തോന്നുന്നത്? ജനാധിപത്യത്തിൽ തന്നെ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് പോലും ഇപ്പൊ ഒരു അപമാനകരമായ കാര്യമില്ല ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ. തീർച്ചയായും കേരളീയ മനസാക്ഷിക്ക് മുമ്പിൽ കേരളീയ മനസാക്ഷി ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സംഭവമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള 100% സാക്ഷരതയുള്ള ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിനകത്താണ് ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വന്ന ഒരു MLA നാലാംകിട തെരുവ് ഗുണ്ടയെ പോലെ തിരുവനന്തപുരത്ത് പെരുമാറിയത്. എന്നിട്ട് അയാളെയും ആ MLAയുടെ പത്നി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന മേയറെയും ഈ കേസിനകത്ത് ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുമ്പോൾ മറുപടി പറയേണ്ട ബാധ്യത ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തേത് KSRTC ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഗണേഷ് കുമാർ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം റീൽസ് ഇടുന്ന, വീഡിയോ ചെയ്യുന്ന, നാഴികയ്ക്ക് 40 വട്ടം വലിയ പ്രസംഗം നടത്തുന്ന ഗണേഷ് കുമാറിന് അല്പം ഉളുപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കണം, എന്റെ വകുപ്പിൽപ്പെട്ട ഒരു ജീവനക്കാരനെ പൊതുനിരത്തിൽ അസഭ്യം പറയുകയും കയ്യേറ്റുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതികളായ CPMകാരെ സംരക്ഷിക്കാൻ നാണമില്ലേ പിണറായി വിജയൻ എന്ന് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവം ഗണേഷ് കുമാർ കാണിക്കണം.
ഇനിയും മറുപടി പറയേണ്ട ആളുകളുണ്ട്. KSRTC-യിൽ തൊട്ടതിനെല്ലാം സമരം ചെയ്യുന്ന സംഘടനകളുണ്ട്. അത് INTUC ആയാലും ശരി, CITU ആയാലും ശരി, BMS ആയാലും ശരി, AITUC ആയാലും ശരി. ഈ 4 സംഘടനകളാണ് KSRTC-യിലെ പ്രബലമായ സംഘടനകൾ. അതിൽ തന്നെ INTUC കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞു. M. വിൻസെന്റ് MLA ആണ് INTUC KSRTC-യുടെ പ്രസിഡന്റ്. M. വിൻസെന്റ് ഈ കേസ് വന്നത് മുതൽ തന്നെ കൃത്യമായി INTUC-യുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. CITU-യും BMS-ഉം AITUC-യും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു കേൾക്കാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് സുരക്ഷിതത്തിലാണ് ഇത്തരത്തിൽ ആളുകൾ ജോലി ചെയ്യുക? ഇത്തരത്തിൽ MLA-മാർ അല്ലെങ്കിൽ മേയർമാർ വന്ന് അക്രമം നടത്തിയാൽ ആരവർക്ക് ഇത്തരം ജോലിക്കാർക്ക് സംരക്ഷണം കൊടുക്കും? ഇതിന് മറുപടി പറയേണ്ട ബാധ്യത സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ട്, ഗതാഗത വകുപ്പ് മന്ത്രിക്കുണ്ട്, KSRTC CMD-ക്കുണ്ട്. ഇവർ ഇതിന് മറുപടി പറയണം, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ കേരളീയ സമൂഹം തയ്യാറാകണം. ഈ പറയുന്ന പോലെ മേയറും അല്ലെങ്കിൽ MLA ഏതൊരു ജനപ്രതിനിധിയും ചെയ്യേണ്ടത് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ പോലും, ഇപ്പൊ ആ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല, ഉണ്ടെങ്കിൽ പോലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അത് പറഞ്ഞ് വിഷയം വലിയ രീതിയിൽ വഷളാകാതെ കൊണ്ടുപോവുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ മറിച്ച് ആര്യ രാജേന്ദ്രനും ഭർത്താവ് അതല്ലല്ലോ ചെയ്തത്. അപ്പൊ തെറ്റ് സത്യത്തിൽ അവരുടെ ഭാഗത്തല്ലേ, ഏത് തരത്തിൽ നോക്കിയാലും. തീർച്ചയായും ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്ന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലടയ്ക്കാനുള്ള നിയമമുണ്ട്. എനിക്ക് അനുഭവത്തിലുണ്ട്. എൻ്റെ സുഹൃത്ത് ഒരു KSRTC-യുമായി ബന്ധപ്പെട്ട ഒരു കേസിനകത്ത് 14 ദിവസമാണ് ജയിലിൽ കിടന്നത്. അത്തരത്തിൽ നിയമമുള്ള കേരളത്തിലാണ് MLA-യും ഭാര്യയും ചേർന്ന് പൊതുനിരത്തിൽ വാഹനം തടഞ്ഞു നിർത്തി ഡ്രൈവറെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ഇത് കേരളം കണ്ടതാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇതിന്റെ ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു MLA-യെ സംരക്ഷിക്കുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ, ബീഹാറിലേക്ക് നോക്കൂ, ഛത്തീസ്ഗഡിലേക്ക് നോക്കൂ, ഉത്തർപ്രദേശിലേക്ക് നോക്കൂ, അവിടെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ അവർ ഇതിന് മറുപടി പറയണ്ടേ? ഇവിടെ CPM-ന്റെ അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച നിയമസഭയിലെത്തിയ ഒരുത്തന് എന്ത് തോന്നിവാസം ചെയ്യാമെന്നാണോ? അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. ഇവിടെ കോടതിയുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ സംരക്ഷണ വലയത്തിലാണ് സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനുമെങ്കിൽ കേരളത്തിൽ കോടതിയുണ്ട്. ആ കോടതിയിൽ നിന്നും നീതി ഡ്രൈവർക്ക് ലഭ്യമാകും. ആ നീതി ലഭ്യമാകാനുള്ള ഡ്രൈവറുടെ പോരാട്ടത്തിനകത്ത് INTUC-യെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട തൊഴിലാളി സംഘടനകൾ അയാൾക്കൊപ്പം ചേരണമെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം KSRTC തൊഴിലാളി സംഘടനകൾ സമരവുമായി മുന്നോട്ട് പോകാറുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ അവർ എന്ത് നിലപാടായിരിക്കും എടുക്കുന്നത്? തീർച്ചയായും ഈ തൊഴിലാളി സംഘടനകൾ KSRTC-ക്കകത്ത പ്രബലമായ തൊഴിലാളി സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. CITU ഉണ്ട്, INTUC ഉണ്ട്, അതോടൊപ്പം തന്നെ AITUC ഉണ്ട്, BMS ഉണ്ട്. ഇത്തരത്തിൽ എല്ലാ തൊഴിലാളി സംഘടനകളും ഈ KSRTC-ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ചെറുപ്പക്കാരനായ ഡ്രൈവർക്ക്, യദു എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നത്, ആ ചെറുപ്പക്കാരനായ ഡ്രൈവർക്ക് ഒരു വിഷയം വന്നപ്പോൾ നട്ടലോടുകൂടി നെഞ്ചുറപ്പോടുകൂടി പ്രതികരിക്കാൻ ധൈര്യം കാണിച്ച ഏക സംഘടന അത് INTUC മാത്രമാണ്. അവിടെ CITU ഈ വിഷയത്തിൽ മറുപടി പറയണം. ഒരു തൊഴിലാളിക്ക് ഒരു വിഷയം വരുമ്പോൾ കൊടിയുടെ നിറം നോക്കാതെ പ്രതികരിക്കാൻ എന്തുകൊണ്ട് തൊഴിലാളി സംഘടനകൾ തയ്യാറാകുന്നില്ല? ഇന്ന് യദുവിനാണ് പറ്റിയതെങ്കിൽ നാളെ CITU-യിലെ ഒരു തൊഴിലാളിക്കോ, അതുപോലെ AITUC-യിലെ ഒരു തൊഴിലാളിക്കോ, INTUC-യിലെ ഒരു തൊഴിലാളിക്കോ, ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള MLA-മാരെ പോലുള്ള ആളുകൾ അതിക്രമം അഴിച്ചുവിട്ടാൽ ഇവിടെ അവരെ പേടിച്ച് മൗനം നടിച്ച് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൊഴിലാളി സംഘടനകൾ പൊട്ടിപ്പിടിക്കാനുള്ള അവകാശമുണ്ട്. അത് നിരവധിയായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശമാണ്. അവകാശങ്ങൾ നേടിയെടുക്കാനും നേടിയെടുത്തവ സംരക്ഷിക്കാനും നിലനിർത്താനും കേരളത്തിൽ നിരവധിയായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ തൊഴിലാളി സംഘടനകൾ എടുക്കുന്ന നിലപാട് ഒരുപക്ഷെ നാളുകളിൽ ചരിത്ര താളുകൾ രേഖപ്പെടുത്തും. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ കേരളത്തിലെ തൊഴിലാളി സംഘടന, KSRTC-യിലെ തൊഴിലാളി സംഘടനയായ INTUC-നെയും BMS-നെയും മാറ്റി നിർത്തിയാൽ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ നിലപാടെടുക്കാൻ AITUC-ക്കും CITU-വിനും തട്ടലുണ്ടോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.